ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, this is the first Sunday after the Feast of Tabernacle. Reading of the Gospel is from Saint Matthew, chapter 21, verses 28 to 32. Jesus Christ delivered a significant message on the background of the kingdom of God. The privilege to enter the kingdom of God, the Hebrew people were understood mainly because of the ethnicity, or mainly because of the descendants from Father Abraham. To them, majority of the people who belongs to the lowest strata in the society, consisting poor people, marginalized people, Amharics, they were not have the privilege to enter the kingdom of God. This was the social situation existed during the time of Christ in Palestine. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, അബ്രഹാമിന്റെ മക്കളാണ്, അതുകൊണ്ട് സ്വർഗരാജ്യം ഞങ്ങൾക്കാണ്. എന്നാൽ വേശ്യാസ്ത്രീകളും ചുങ്കക്കാരും പാപികളും സമൂഹത്തിന്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരും അവർക്ക് ദൈവരാജ്യമില്ല. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സമൂഹം, അതിന്റെ നടുവിലാണ് മനോഹരമായ ഒരു ഉപമ യേശുക്രിസ്തു പറയുന്നു, പാരബിൾ ഓഫ് ടു സൺസ്. That is actually the main lesson. Gospel according to Saint Matthew chapter 21 verses 28 onwards. A certain man had two sons, and the father said to the first, "Go to the vineyard and work there." He said, "I will not." But again he repented, and he went into the vineyard for his father in order to do the work. Father came to the second one and said to him, "Go to the vineyard and work there." The second one said, "Yes," but he didn't go. ഈ രണ്ട് പുത്രന്മാരെ കുറിച്ചുള്ള കഥ കർത്താവ് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ രണ്ടുപേരിൽ among the two, who did the will of the Father? ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ പറഞ്ഞു പോകത്തില്ല, പക്ഷെ പിന്നത്തെ ഇതിൽ അനുഗമിച്ചു പോയി. രണ്ടാമത്തവൻ പോകാം എന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചു, യഹൂദന്മാരുടെ മനസ്സിൽ അബ്രഹാമിന്റെ സന്തതിക്ക് സ്വർഗരാജ്യമുള്ളൂ. സാൽവേഷൻ according to the ethnicity, according to the inheritance of Father Abraham. They were selected people of the God, but majority of the people in the society were marginalized people, not able to enter the kingdom of God. ഇതാണ് യഹൂദന്റെ ചിന്ത. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിച്ചത്, ഒന്നാമത്തവൻ പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ അനുഗമിച്ചു, അവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്തു. രണ്ടാമത്തവൻ റെഡി ടു ഗോ, ഹിസ് വേർഡ്സ് ആർ സോ പൊളൈറ്റ്, ബട്ട് ഹിസ് ആക്ഷൻ അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഹിസ് ഫാദർ. അവന്റെ പ്രവൃത്തി അവന്റെ പിതാവിനോട് ചേരുന്നതല്ല, പിതാവിന്റെ മനസ്സിനോട് ചേരുന്നതല്ല. അവിടെയാണ് കർത്താവിന്റെ ചോദ്യം, ആരാണ്, വിച്ച് ഓഫ് ദി ടു ഡിഡ് വാട്ട് ഹിസ് ഫാദർ വാണ്ടഡ്? പിതാവ് ആഗ്രഹിക്കുന്നത് ചെയ്തതാരാണ്? ശങ്കയില്ലാതെ കേൾവിക്കാർ മറുപടി പറഞ്ഞു, ദ ഫസ്റ്റ്, ഒന്നാമനാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കായി മുമ്പേ ചുങ്കക്കാരും വേശ്യസ്ത്രീകളും സ്വർഗരാജ്യത്തിൽ പോകും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദിസ് ഈസ് എ പാരബിൾ which described a father who needs
action rather than words. This is a parable about a father, a heavenly father, a lovable father who needs action rather than words. Nowadays, we the people, we are very polite, seems to be very diplomatic. Our tongue pours manna many times in our relationship, in our activities, in our social dealings. എത്ര മനോഹരമായി നമ്മൾ സംസാരിക്കും, പക്ഷേ സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതാണ് ദിസ് ഈസ് ദ ഫേസ് ഓഫ് ഹിപ്പോക്രൈറ്റ്. കപടഭക്തരുടെ മുഖം ഇതാണ്. അവർ നന്നായി സംസാരിക്കും. യഹൂദ മതത്തിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നവർ ആചാരാനുഷ്ഠാനങ്ങളിൽ നിപുണരായി നിലനിൽക്കുന്നവർ അവരാണ്. പക്ഷെ അവർ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ശ്രദ്ധിക്കണം, പിതാവ് ആഗ്രഹിക്കുന്നത് പോളിഷ്ഡ് വേർഡ്സ് അല്ല, സിൻസിയർ ആക്ടിവിറ്റീസ് ആണ്. The divine father, he wants actually the sincere activities for the kingdom of God, neither the polished words. ഇന്നത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. അയ്യോ, സംസാരം കേട്ടാൽ, ഇടപെടൽ കണ്ടാൽ എത്ര നല്ല മനുഷ്യനാണ്, എന്തൊരാത്മാർത്ഥതയാണ്. പക്ഷെ the core of his heart or her heart, away from what she is talking, what she is dealing with others, the nature and the behavior entirely different. This is the first thing that this parable teaches us. And second thing that is significant in the present time, a vineyard that waits for sincere workers rather than speeches. Once again, I would like to say, first of all, a father, he needs action rather than words. Second, a vineyard, ഒരു മുന്തിരിത്തോട്ടം. That മുന്തിരിത്തോട്ടം is looking forward sincere workers rather than mere speeches. You and I, we are mere speeches. Our tongue poured manna, a long tongue round the neck. That's our nature. But we are not ready to open the hands, not ready to open the heart as well as hands in order to work in the vineyard. സത്യത്തിൽ മുന്തിരിത്തോട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് ആത്മാർത്ഥതയുള്ള പ്രവർത്തകർക്ക് വേണ്ടി. ഞങ്ങൾ വൈദിക സമൂഹത്തിലും വിശ്വാസ സമൂഹത്തിലും ഒക്കെ പ്രസംഗകർ ഇഷ്ടം പോലെയുണ്ട്, ആശയങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഫിൽഡ് വിത്ത് മെനി ക്രിറ്റിസൈസേഴ്സ്, ഇഷ്ടം പോലെ വിമർശകരുണ്ട്. പക്ഷേ ആത്മാർത്ഥതയോടെ എന്തെങ്കിലും ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരെ നോക്കി പാർത്ത് നല്ല മുന്തിരിത്തോട്ടങ്ങൾ ഇരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് ധാരാളം, വയലുകളെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്, എന്നാൽ കൊയ്ത്തിന് വേലക്കാരെ കിട്ടുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രശ്നം. നമ്മുടെ കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും സഭാ ശുശ്രൂഷകളിലും scarcity of the sincere workers. That is actually the problem that we face nowadays. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം അതാണ്. കുടുംബജീവിതം നയിക്കുന്നു, പക്ഷെ ഓർത്ത് നോക്കിക്കേ, ആത്മാർത്ഥതയുള്ള ഒരു പിതാവില്ല, ആത്മാർത്ഥതയുള്ള ഒരു അമ്മയില്ല. കുടുംബവും സമൂഹവും സഭയുമാകുന്ന മുന്തിരിത്തോട്ടങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു? ലുക്കിംഗ് ഫോർവേഡ് for a sincere workers rather than mere talkative people. We are all seem to be talkative. We have filled with a number of ideas, but never bent our hands and our heads in order to do the work of the kingdom of God. ഇവിടെയാണ് സഹോദരങ്ങളെ ഈ ഉപമ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു ചിന്ത. The first one, he was not ready to obey his father. That's why he said, I will not go to the vineyard. യഥാർത്ഥത്തിൽ യഹൂദ സമൂഹം നിരസിച്ചിരുന്ന
അവര് ബോധപൂർവം മാറ്റി നിർത്തിയിരുന്ന പാവപ്പെട്ട മനുഷ്യർ, ചുങ്കക്കാരും വേശ്യ സ്ത്രീകളും, അവര് ഈ മുന്തിരിത്തോട്ടത്തിൽ പോകാൻ, ദൈവത്തെ അനുസരിപ്പാൻ ആദ്യം തയ്യാറായില്ല. എന്നാൽ അവരെ കുറിച്ച് പറയുന്നത് പിന്നീട് അവർ അനുദമിച്ചു. പലപ്പോഴും ജീവിതത്തെ വിലയിരുത്തുമ്പോൾ വളരെ മനോഹരമായ ഒരു ആശയം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും വി ഹാവ് എ ഫസ്റ്റ് റെസ്പോൺസ്. നമുക്കൊരു ആദ്യ പ്രതികരണമുണ്ട്. ആ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, the first response was majority of the time against the will of God, but a second thinking, a second thought can change the life. The first son teaches us a second thought can change the direction of the life. ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും ഒരു രണ്ടാമത്തെ ചിന്ത. ആദ്യത്തെ പ്രതികരണം അത് നമ്മുടെ ഭാര്യയോടാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലും പള്ളിയിൽ അച്ഛനോടാണെങ്കിലും അച്ഛൻ ജനങ്ങളോടാണെങ്കിലും ഒരു സംഭവം, ഒരു പ്രത്യേക നിമിഷം, a particular occasion, and the first response may be wrong. But if you are ready for a second thinking, a second thought, it will change. It will change the whole attitude, the whole direction, the whole life itself. യഥാർത്ഥത്തിൽ ഈ ഒന്നാമത്തെ പുത്രന്റെ പ്രത്യേകത അതാണ്. പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് ചിന്തിച്ചപ്പോൾ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത് വളരെ പ്രസക്തമാണ്. ചില സന്ദർഭങ്ങളിൽ വല്ലാതെ അരിശപ്പെടണം, അവനോട് ഇത് പറയണം എന്ന് തോന്നും, പറയരുതേ. Give space for a second thought. Give space for a second thinking. That is actually known as rethinking. Rethinking will change the world. നമുക്കറിയാം, ഇന്ന് ലോക നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മുറിരണ്ട്. അതാണ് ചിന്ത. വരട്ടെ, wait. Give space for a rethinking, a second thought that will change our life, that will change the direction of our attitude. Everything will be changed by a second thought. So give space in our life. ഏത് സന്ദർഭത്തിലും നിങ്ങൾ യേസോ നോയോ പറയാൻ പോകുന്നതിന് മുമ്പ് രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കണം. രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒന്നാമത്തെ മകൻ അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയെങ്കിലും അവൻ തിരികെ വരുന്നു. രണ്ടാം ചിന്ത അവനെ നന്മയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു ചിന്ത ഈ വേദഭാഗം നൽകുന്നത്. A new beginning is possible. A new beginning is possible. Every time. Always possible. എത്ര ജീവിതം നശിച്ചു എന്ന് തോന്നിയാലും, എത്രമാത്രം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു എന്ന് തോന്നിയാലും, this is the time for a new beginning. And God will ready to accept you. God will ready to receive our petitions. God will ready to receive our repentance. So this is the time. This is the time. Always the gate is open. So everyone has to think. ചിന്തിക്കേണ്ട വളരെ മനോഹരമായ ചിന്തയാണ് പോസിബിലിറ്റി ഓഫ് എ ന്യൂ ബിഗിനിങ്. ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു മനോഹരമായ ചിന്തയുണ്ട്. പ്രീ മാരിറ്റൽ ലൈഫ് പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതും പല പ്രതിസന്ധികൾ നിറഞ്ഞതും, മേ വി ഹാവ് കമ്മിറ്റഡ് നമ്പർ ഓഫ് സിൻസ്, ബട്ട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മാരേജ് ആക്ച്വലി is a time for new beginning. Is a time for new beginning. ചില കാഴ്ചപ്പാടുകൾ ഡിവോഴ്സിലേക്ക് നയിച്ചേക്കാം. But a second thing, a second thought may change the whole life. And when you come back, then there is a possibility for new beginning. That's always possible. ഈ മനോഹരമായ ഉപമ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവസന്നിധിയിൽ അകന്നു പോയവർ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മുഖാന്തരം
ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ തിരികെ വന്നപ്പോൾ ഒരു പുതിയ തുടക്കം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ മനോഹരമായി പുതിയ നിയമസഭയുടെ മനോഹര തലത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. Behold, I make all things new. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. എത്രമാത്രം നശിച്ചു എന്ന് തോന്നിയാലും അധികം താമസിക്കാതെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലിരിക്കുന്നതെങ്കിലും a second think has a space in your life. In our life, it will change the whole scenario. It will change the whole life. And this is the time, beautiful and enriched for a new beginning. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള മനോഹര സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു പിതാവ് ആഗ്രഹിക്കുകയാണ്, മിയർ വേഴ്സ് അല്ല, സിൻസിയർ വർക്കാണ്. ഒരു മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുകയാണ്, മടിയന്മാരായ ചുമ്മാ വർത്തമാനം പറയുന്ന ആളുകളെ അല്ല, കഠിനാധ്വാനം ചെയ്യുവാൻ തയ്യാറുള്ള, അത് അയ്മേനിയാണെങ്കിലും തിരുമേനിയാണെങ്കിലും ആശയ സമ്പുഷ്ടനേക്കായാലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തയ്യാറുള്ളവരെയാണ്. നമ്മുടെയൊക്കെ കമ്മിറ്റികളിലും പൊതുയോഗങ്ങളിലും ഒക്കെ എന്തോ ഒരു ആശയമാണ്. എന്നാൽ ഒരു ചെറിയ കാര്യം, അല്പം നിലത്ത് കിടക്കുന്ന വേസ്റ്റ് ഒന്ന് മാറ്റിക്കളയാൻ പോലും സന്മനസ് കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുന്നത് നല്ല നീളമുള്ള നാക്കുള്ളവരെക്കായാലും ശക്തിയുള്ള കരങ്ങളുള്ള മനുഷ്യരെയാണ്. The vineyard actually looking forward and waits for sincere workers rather than mere talkative nice people. But at the same time, beware that in the midst of problems, in the midst of life situations, a second thought will change our life. At the same time, this is the time for a new beginning. A new beginning, and always it will happen. At the end, a polite speech without action is hypocrisy. That is actually the lesson from this parable. A polite speech without action is hypocrisy. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന വളരെ വേദനാജനകമായ സാഹചര്യം ഇതാണ്. വളരെ മനോഹരമായി സംസാരിക്കുന്നു, എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇതുവരെ കേട്ടത് 2 പുത്രന്മാരെ കുറിച്ചാണ്. അതാണ് ഉപമ. എന്നാൽ ഒന്നാമത്തെ ആൾ പിതാവ് പറഞ്ഞത് കേട്ടില്ല, എന്നാൽ പിന്നീട് കേട്ടു. രണ്ടാമത്തെ ആള് പിതാവ് പറഞ്ഞത് കേട്ടു, പക്ഷേ ഒന്നും ചെയ്തില്ല. There is another son, a third son. Have you ever heard about or ever seen or ever experienced the third son? He obeyed the father and he did according to the will of the father. That is none other than the eternal Son, our Lord Jesus Christ. സഹോദരങ്ങളെ, കേട്ടിട്ടും പ്രവർത്തിക്കാതെയും അതോടൊപ്പം തന്നെ പിന്നീട് മാനസാന്തരപ്പെട്ടതും ഇതൊക്കെ ജീവിത സാഹചര്യങ്ങൾ. എന്നാൽ പിതാവിന്റെ മാർബിൽ നിന്ന് ഇറങ്ങി വന്ന് പിതാവിന്റെ ഹിതം അനുസരിച്ച് പിതാവിന്റെ ഹിതത്തിന് അനുസരണമായി പ്രവർത്തിച്ച മൂന്നാമത്തെ പുത്രനാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും അനുകരിക്കേണ്ട നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകരും നമ്മുടെ ദൈവവുമായ യേശുക്രിസ്തു. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ക്രിസ്തുവിന്റെ വഴി പിന്തുടരുവാൻ നമുക്ക് സാധിക്കാം. വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകട്ടെ. അനുസരണം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാധ്യമമാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രതികരണം അത് തെറ്റിപ്പോയേക്കാം. രണ്ടാമത് ഒരു പ്രതികരണത്തിന് സ്ഥലം കൊടുക്കുക. പരിശുദ്ധ കന്യകമറിയാമിന്റെ മഹനീയമായ ഓർമ്മ പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി. അമ്മ എത്രയോ ഭാഗ്യവതിയാണ്. പുത്രനെ ഗർഭം ധരിച്ചു.
ആ പുത്രന് ജന്മം നൽകാൻ വേണ്ടി വളർത്തുപിതാവായ യൗസേപ്പിന്റെ കൂടെ ബേത്ലഹേമിലെ സത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചെന്നു. എന്തിനു വേണ്ടി? നീഡ് എ സ്പേസ് in order to give birth to the child. ആ സന്ദർഭത്തിൽ ചെന്നയാളാണ് ഈ ഇൻകീപ്പർ, സത്രക്കാരൻ. സത്രക്കാരന്റെ അരികെ ചെന്ന് യൗസേപ്പും മറിയാമും ചോദിച്ചു, അല്പം സ്ഥലം തരാമോ? സത്രക്കാരൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും നിർഭാഗ്യവാനായ ഒരു മനുഷ്യനുണ്ട്. ഏതായാലും അങ്ങനെ സത്രത്തിൽ താമസിക്കുന്നയാളാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു, ഇവിടെ എല്ലാ മുറിയും ഹൗസ്ഫുൾ ആണ്, പക്ഷേ എ ലിറ്റിൽ പ്ലേസ് ദാറ്റ് ഈസ് മൈൻ ആൻഡ് ഐ ആം റെഡി ടു ഗിവ് ഇറ്റ് യു. എനിക്കൊരു ഇച്ചിരി സ്ഥലമുണ്ട്, ഞാനത് തരാം എന്ന സത്രക്കാരൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഇന്ന് ഈ പള്ളി ആ സത്രക്കാരന്റെ പേരിലായേനെ. അതേസമയം we the people do not know who he is, what's his name, nothing in the Bible. And no reason. What's the reason? He never gives a space for second thinking. That's why he vanished from the history. No more in the picture. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചരിത്രത്തിൽ ദൈവരാജ്യത്തിൽ ഒരിടം വേണമെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കുക. ദൈവം